നമസ്കാരം. ചൈനയ്ക്കെതിരെ ഉയർന്ന താരിഫുകൾ ചുമത്തി അമേരിക്ക വ്യാപാര യുദ്ധം ആരംഭിച്ചതോടെ ചൈനയും വെറുതെ ഇരുന്നില്ല. ചൈനയും അമേരിക്കയ്ക്കെതിരെ കനത്ത താരിഫ് ചുമത്തി. ഇതോടെ വ്യാപാര യുദ്ധം മുറുകുകയാണ്. ഇതിനിടെ ചൈനയുമായി വ്യാപാര ചർച്ചകളാകാമെന്ന നിലപാടിലേക്ക് അമേരിക്ക മാറുകയും ചെയ്തിട്ടുണ്ട്. വ്യാപാര ചർച്ചകൾ ആരംഭിക്കുന്നതിനുള്ള അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ നിലവിൽ വിലയിരുത്തി വരികയാണെന്നാണ് ചൈന പറയുന്നത്. ഇത് ചർച്ചകൾക്ക് വാതിൽ തുറന്നേക്കാവുന്ന ഒരു സ്വരമാറ്റമാണ്. ചൈനയുമായി ചർച്ചകൾ ആരംഭിക്കുമെന്ന പ്രതീക്ഷയിൽ ബന്ധപ്പെട്ട കക്ഷികൾ വഴി അമേരിക്ക അടുത്തിടെ ചൈനയ്ക്ക് നിരവധി സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട്. ചൈന നിലവിൽ ഇത് വിലയിരുത്തുകയാണ് എന്നാണ് ചൈനയുടെ വാണിജ്യ മന്ത്രാലയത്തിന്റെ വക്താവ് പ്രസ്താവനയിൽ പറഞ്ഞത്. ട്രംപിന്റെ താരിഫ് യുദ്ധം മൂലം അമേരിക്കയുമായുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ചൈനയുടെ നിലപാട് മയപ്പെടുത്തുന്നതിന്റെ സൂചനയാണ് ഈ പ്രസ്താവനകൾ നൽകുന്നത്. ഒരു വ്യാപാര കരാറിൽ ഏർപ്പെടുന്നതായി തന്റെ ഭരണകൂടം ചൈനീസ് ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾ നടത്തി വരികയാണെന്ന് ട്രംപ് കഴിഞ്ഞ ആഴ്ച മുതൽ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഓരോ തവണയും ചൈനയിൽ നിന്ന് നിരുപാധികമായി നിഷേധങ്ങൾ നേരിടേണ്ടി വരുന്നുവെന്ന് ട്രംപ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതേസമയം ട്രംപിന്റെ പ്രസ്താവന തള്ളി ചൈന രംഗത്തെത്തി. താരിഫ് വ്യാപാര യുദ്ധം ഏകപക്ഷീയമായി ആരംഭിച്ചത് അമേരിക്കയാണ്. ചർച്ച നടത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് യഥാർത്ഥ ആത്മാർത്ഥത പ്രകടിപ്പിക്കണം. അതിൽ അവരുടെ തെറ്റുകൾ തിരുത്താനും ഏകപക്ഷീയമായി താരിഫ് വർധനവ് റദ്ദാക്കാനും തയ്യാറാകുന്നത് ഉൾപ്പെടുന്നുവെന്ന് ചൈനീസ് വക്താവ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ മാസം ആദ്യം ട്രംപ് ചൈനയുടെ മേലുള്ള തീരുവ 145% വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് സമ്പദ് വ്യവസ്ഥകൾ തമ്മിലുള്ള വ്യാപാര യുദ്ധം ഇരട്ടിയായി. ഇത് ചില ചൈനീസ് ബിസിനസ്സുകൾക്ക് അമേരിക്കയുമായുള്ള വ്യാപാരം തുടരുന്നതും ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ്. അതേസമയം ചൈനീസ് സാധനങ്ങൾ കയറ്റിയ അവസാന ചരക്ക് കപ്പലുകളിൽ ചിലത് അധിക തീരുവകളില്ലാതെ നിലവിൽ അമേരിക്കൻ തുറമുഖങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏപ്രിൽ 9 ശേഷം ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന കപ്പലുകളിലെ ചരക്കുകളിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ മാസം ആ രാജ്യത്തു നിന്നുള്ള സാധനങ്ങൾക്ക് ഏർപ്പെടുത്തിയ 145% തീരുവ ഉണ്ടായിരിക്കും. അടുത്ത ആഴ്ച ആ സാധനങ്ങൾ അമേരിക്കയിലേക്ക് എത്തും. പക്ഷേ കടലിൽ കപ്പലുകൾ കുറവായിരിക്കുകയും അവ കൊണ്ടുപോകുന്ന ചരക്കുകൾ കുറവായിരിക്കുകയും ചെയ്യും. കാരണം അമേരിക്കയിലെ പല ഇറക്കുമതിക്കാർക്കും ചൈനയുമായി ബിസിനസ് ചെയ്യുന്നത് വളരെ ചിലവേറിയതായിരിക്കുകയാണ്. എന്നിട്ടും ചൈന ഇപ്പോഴും അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര പങ്കാളികളിൽ ഒന്ന് തന്നെയാണ്. വസ്ത്രങ്ങൾ, പാദരക്ഷകൾ, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, തെർമോസ്റ്റാറ്റുകൾ, മൈക്രോ ചിപ്പുകൾ എന്നിവയെല്ലാം ചൈനയിൽ നിന്നാണ് അമേരിക്കയിലേക്ക് എത്തുന്നത്. ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ മുമ്പത്തേതിന്റെ ഇരട്ടിയിലധികം വിലയ്ക്ക് വിൽക്കുന്നത് തുടരുക, അല്ലെങ്കിൽ ആ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് പൂർണ്ണമായും നിർത്തുക എന്ന രണ്ട് ഉപാധികളാണ് ഇപ്പോൾ അവർക്ക് മുന്നിലുള്ളത്.